ഡോക്ടർ, ഇപ്പോൾ സാധാരണ വൈറസുകൾ വൈറൽ ഫീവർ വരെയൊക്കെ എത്തുന്നുള്ളൂ. ഈ HPV വൈറസ് എങ്ങനെയാണ് അത് ക്യാൻസറസ് ആയി മാറുന്നത്? അത് ഒരു ലോങ് സ്റ്റോറിയാണ്. നമുക്ക് ഓവർ എ പീരീഡ് ഓഫ് 15 years ഒക്കെയാണ് ഈ HPV വൈറസ് അണുബാധ നമ്മൾ ക്യാൻസറിലേക്ക് നയിക്കുന്നത്. ഇത് എന്താ സംഭവിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ സെർവിക്സിലെ ഏരിയയിലുള്ള കോശങ്ങളിലേക്ക് ഈ വൈറസ് കയറും. 3 രീതിയിലാണ് ഇത് നമുക്ക് ക്യാൻസറിലേക്ക് നയിക്കുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമ്മുടെ ഈ വൈറസിൻ്റെ ജനറ്റിക് മെറ്റീരിയൽ അല്ലെങ്കിൽ അതിൻ്റെ DNA തന്നെ നമ്മളുടെ DNAയിലേക്ക് ഇവർ ഇൻകോർപ്പറേറ്റ് ചെയ്യും, അല്ലെങ്കിൽ അകത്തേക്ക് കയറ്റി വെക്കും. അപ്പോൾ നമ്മുടെ സെല്ലിൻ്റെ കോശത്തിൻ്റെ ഭാഗമായിട്ട് പിന്നിരിക്കും. അപ്പോൾ തന്നെ അത് നമ്മുടെ സെല്ലിന് അബ്നോർമലാകും. അപ്പോൾ അതൊരു രീതി. രണ്ടാമത്തേതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വൈറൽ ആക്ടിവേഷൻ നടന്നു കഴിയുമ്പോൾ വൈറസ് ചില പ്രോട്ടീൻസ് അവിടെ പ്രൊഡ്യൂസ് ചെയ്യും. അതിൽ ഒരു പ്രോട്ടീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ പ്രോട്ടീൻ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ട്യൂമർ സപ്രസർ ജീൻ എന്ന് പറഞ്ഞ ഒരു ജീനുണ്ട്, P53 എന്നൊക്കെ പറയാൻ ടെക്നിക്കൽ വാക്കുകൾ. ആ ജീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ക്യാൻസർ വരാതിരിക്കാനുള്ള അല്ലെങ്കിൽ ക്യാൻസർ സെല്ലുകൾ വന്നാൽ അതിനെ തടയുന്ന ജീനുകളാണ്. അപ്പോൾ ഈ പ്രോട്ടീൻ ആയി കഴിയുമ്പോഴത്തേക്ക് ഈ P53 സപ്രസ്ഡ് ആയി കഴിയുമ്പോഴത്തേക്കും അത് ക്യാൻസർ കോശങ്ങളുടെ വളർച്ചയെ പ്രൊമോട്ട് ചെയ്യും. പിന്നെ മൂന്നാമത്തെ രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറൊരു പ്രോട്ടീൻ, ഈ വൈറസ് HPV വൈറസ് വേറൊരു പ്രോട്ടീനും കൂടെ ഇവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അതിന് നമ്മൾ RB പ്രോട്ടീൻ എന്ന് പറയും. അതായത് നമ്മളുടെ ഈ സെൽ ഡിവിഷൻ അല്ലെങ്കിൽ സെല്ലിൻ്റെ ഡെത്തൊക്കെ ഉണ്ടാവേണ്ട അതിനെ തടയുന്ന അല്ലെങ്കിൽ അതിനെ കൺട്രോൾ ചെയ്യുന്ന ഒരു പ്രോട്ടീനാണ് RB പ്രോട്ടീൻ എന്ന് പറഞ്ഞാൽ. അപ്പോൾ അതിനെ ബ്ലോക്ക് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ഈ സെൽ ഡിവിഷൻ, അതായത് മോശമായ കോശങ്ങളുടെ വളർച്ച വളരെ പ്രൊമോട്ടഡ് ആകും. അങ്ങനെ ഈ 3 രീതിയിലാണ് ഈ HPV വൈറസ് നമുക്ക് ക്യാൻസറാക്കി മാറ്റുന്നത്. ഇത് ഒരാഴ്ച കൊണ്ടോ 2 ആഴ്ച കൊണ്ടോ നടക്കുന്നതല്ല, ഓവർ എ പീരീഡ് ഓഫ് ടൈം. അതായത് ഒരു 15 years കൊണ്ടാണ് ഈ ഒരു വൈറൽ അണുബാധ ക്യാൻസറായി, നോൺ ഇൻവേസീവായി, ഇൻവേസീവ് ക്യാൻസറായി മാറുന്നത്.